ഞങ്ങളിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിലാണ്. 144 അടി ഉയരത്തിൽ 1902 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി വന്നതാണ്. തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 5 മണി വരെ വിസിറ്റേഴ്സിന് അലൗഡ് ഉണ്ട്. കുറച്ച് നാൾ അലൗഡ് ഇല്ലായിരുന്നു, ക്ലോസ് ചെയ്തിട്ടിരുന്നതാ. വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. എൻട്രി ടിക്കറ്റ് അഡൽട്ടിന് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, സീനിയർ സിറ്റിസൺ 10 രൂപ, ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ 50 രൂപ. ക്യാമറ എന്തെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ 10 രൂപ എടുക്കണം. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്നൊരു ലൈറ്റ് ഹൗസ് കൂടിയാണിത്. മുകളിലേക്ക് 193 സ്റ്റെപ്പുകളുണ്ട്. 193 സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. നമുക്കിനി മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ കയറുമ്പോഴേക്ക് തന്നെ ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട്. ലിഫ്റ്റിനൊരു സ്ഥലമുണ്ട്, ലിഫ്റ്റുണ്ട്. ഞങ്ങൾ എന്തായാലും സ്റ്റെപ്പ് കയറാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വളഞ്ഞുള്ള സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴൊക്കെ കണ്ട കാഴ്ചയാണ്. ഈ കയറി വരുന്ന സ്റ്റെപ്പിന് സൈഡിലൊക്കെ ചെറിയ ജനാലകളുണ്ട്. അതിലേക്കൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇനിയും പാതി കൂടുതൽ കയറാനുണ്ട്. ഇത് അതിൻ്റെ എക്യുപ്മെൻസുകളാണെന്ന് തോന്നുന്നു. ഈ സ്റ്റെപ്പുകൾ കുറച്ച് ടാസ്ക്കാണ്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ സ്റ്റെപ്പുകളേ ഉള്ളൂ കുറച്ച് ബാക്കി. എല്ലാം നമുക്ക് സിമ്പിളായിട്ട് കയറി വരാം. ഇതേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകൾ. അതിന് കൈവരി വെച്ചിട്ടുണ്ട്. കൈവരി പിടിച്ച് മുകളിലേക്ക് കയറി വരാം. അങ്ങനെ ആ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ഏകദേശം എന്താ ഒരു റൂം എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് ഇല്ല. അവിടെ നിന്നും കയറി ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. കൊല്ലം കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം വേറെ കാണില്ല. കാരണം അത്രത്തോളം ഭംഗിയാണ് ഇവിടെ നിന്ന് നമുക്ക് കൊല്ലം കടൽ കാണുമ്പോഴേക്ക്. നിങ്ങൾ കണ്ടു നോക്കുക, എന്ത് രസമാണെന്ന് നോക്കുക. ഈ കാണുന്ന ആ തീരദേശത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഞങ്ങൾക്ക് ഈ കൊല്ലം ബീച്ചിലൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം കൂടിയാണിത്, ലൈറ്റ് ഹൗസ്. കൊല്ലം ബീച്ചിൽ നിന്നൊക്കെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് കാണത്തുള്ളൂ. ഞങ്ങളിനി കൊല്ലം ബീച്ചിലേക്കെല്ലാം വരുമ്പോഴേക്ക്, കുട്ടികളെല്ലാം ആയിട്ട് വരുമ്പോഴേക്ക് ഒന്ന് വരാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഈ ലൈറ്റ് ഹൗസ്. ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റൗണ്ട് ഷേപ്പാണ്. കയറി വരാനും ഇറങ്ങാനൊക്കെ നല്ല, സ്റ്റെപ്പുകൾ ഇറങ്ങാനും കയറാനൊക്കെ നല്ല രസം തന്നെയാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴേക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. കുട്ടികളെല്ലാം ആയിട്ട് വരുന്നവർക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സംവിധാനമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും കൊല്ലത്തൊക്കെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.